C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എനിക്ക് ആ വീട്ടില് ശത്രുതയുള്ളത് ശ്രീദേവിയോട് മാത്രമാ. ഞാൻ വരുന്നതറിഞ്ഞ് അവള് മുറി വിട്ട് പുറത്തു വന്നിട്ടില്ലേ. പിന്നെ എന്റെ ഏട്ടന്റെ സാന്നിധ്യം അവിടെ എനിക്ക് ഫീൽ ചെയ്തു. അത് മറ്റാരിൽ നിന്നുമല്ലേ, എന്റെ ഏട്ടന്റെ മകനിൽ നിന്ന്. അതേ മോളെ, മുകുന്ദൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ പ്രായച്ചിത്തം പോലെയാ അവന്റെ മകന്റെ പെരുമാറ്റം. കാഞ്ചന മടങ്ങി വന്നതിൽ അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവനാണെന്ന് എനിക്ക് തോന്നി. ഹീ സോ ജെന്യൂൻ. അത് സത്യമാണ്. അവൻ എന്റെ പാദം തൊട്ട് തൊഴണ്ട എന്ത് കാര്യമുള്ളത്? അവനെ നിസ്സാരക്കാരനല്ല, സർവ സ്വത്തിന്റെയും ഏക അവകാശി അവന്. അവന്റെ ആശ്രയത്തില് മറ്റുള്ളവർ ജീവിക്കുന്നത്. ഞങ്ങളോടൊരു ഹലോ പറഞ്ഞു തീർക്കേണ്ട കാര്യമേ അവനുള്ളൂ. പക്ഷേ എനിക്കവൻ വല്യപ്പച്ചയുടെ സ്ഥാനവും വിലയും തന്നു. എന്റെ സന്തോഷത്തിനു വേണ്ടി നിഴൽ പോലെ കൂടെ നടന്നു. എന്തിന്? യാത്രയാക്കിയതുപോലും എന്നെ കാറിൽ കയറ്റി ഡോർ അടച്ചിട്ടാ. അപ്പോ അതാണ് സംഗതി. അവൻ ഇത്രയൊക്കെ ചെയ്യുമ്പോ എന്റേത് നിഷേധ നിലപാടായ പിന്നെ അത് ശരിയല്ലല്ലോ. ചുരുക്കി പറഞ്ഞ, ആദ്യമായി കാണുന്ന ഒരു ചെക്കന്റെ വലയില് അമ്മ തലയും കുത്തി വീണു. അവന് ഞങ്ങളെ മയക്കേണ്ട ഒരു കാര്യമില്ല മോളെ. കാഞ്ചന ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയ അവനോട് എന്തു മറുപടി പറയുമെന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. പക്ഷേ നിന്റെ അമ്മ ഭക്ഷണം കഴിക്കാൻ തയ്യാറായി. ആ, ഇനി അമ്മയ്ക്ക് തറവാട്ട് കരുവ് ചെങ്ങാത്തം കൂടാലോ. ഏട്ടനായിരുന്നല്ലോ പ്രധാന ശത്രു, ഇപ്പൊ മകൻ പ്രിയപ്പെട്ടവനായി. അതെ, എനിക്കവൻ പ്രിയപ്പെട്ടവൻ തന്നെ. എന്റെ മുഴുവൻ പകയും ദേഷ്യവും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അലിയിച്ചു കളഞ്ഞില്ലേ അവൻ. പിന്നെ അവൻ എനിക്ക് എങ്ങനെ പ്രിയപ്പെട്ടവനല്ലാതാവും? അവനെ അധികം താമസിക്കാതെ ഇവിടെ വരും. ഞാൻ പറഞ്ഞത് എത്ര ശതമാനം ശരിയാണെന്ന് ഒന്നേരം നിനക്ക് ബോധ്യാവും. ഞാൻ എന്തിനു ബോധ്യപ്പെടണം? ഇന്നലെ വരെ ഇല്ലാത്ത ബന്ധമൊന്നും ഇനി എനിക്ക് അങ്ങോട്ട് വേണ്ട. നിക്കവിടെ. നീ എങ്ങോട്ടായി ഓടുന്നേ? അത് എനിക്കൊരു ഫ്രണ്ടിനെ വിളിക്കാനുണ്ട്. അവളുടെ പിന്നാലെ നമ്മുടെ കണ്ണുണ്ടായാലേ പറ്റൂ. ഏത് നേരവും ഫോണിലെ ശ്രദ്ധ. എന്റെ കാഞ്ചനെ, നിന്റെ ഈ സംശയം ഒന്ന് നിർത്ത്. മുത്തശ്ശിയും പേരക്കുട്ടിയെ പിന്നാമ്പുറത്തിരുന്ന് സ്വപ്നം കാണുന്നുണ്ട്. കാണട്ടെ, മതിവരുവോളം കാണട്ടെ. അനിയൻ കുഞ്ഞിനോട് അമ്മ തട്ടിക്കയറാനൊന്നും പോകരുത്. അവൻ ഞാഞ്ഞൂലാണെങ്കിലും ഗ്രഹണ സമയത്തെ ആ വിഷം മതി. ഒന്ന് പോടാ, അവനെ ആര് ഗവനിക്കാനാ? ഇനി ദിവസങ്ങൾ കുറവാ. എനിക്കിത് ആ പെണ്ണിന്റെ കല്യാണമല്ല, നരേന്ദ്രന്റെ കല്യാണ. ഞാൻ എന്ത് ചെയ്യുന്നതും ആ ചിന്ത മനസ്സിൽ വെച്ച. എന്റെ കൂടപ്പറപ്പന്റെ മകന്റെ കല്യാണം 4 ആൾ അറിയും വിധം കെങ്കേമമായി നടത്തണം. മുഴുവൻ നാട്ടുകാരെയും ക്ഷണിക്കണം. 4 തരം പായസം വിളമ്പി വേണം സദ്യ കൊടുക്കാൻ. അത് പിന്നെ വേണ്ടേ അമ്മേ? ഇതൊരു സാധാരണ കല്യാണമാണോ? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കല്യാണമല്ലേ? അത്രക്കൊക്കെ വേണോ? ഇപ്പോഴും ഞാൻ പറയുന്നതേ വലിയ ആൾക്കൂട്ടൊന്നും വേണ്ടെന്ന്. അവരെ ആ സമയത്ത് കൈകാര്യം ചെയ്യാൻ പ്രയാസാ. എന്റെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. എനിക്കിത് ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണ. നരേന്ദ്രൻ ആദ്യം മനസ്സുറപ്പോടെ നിൽക്കേ. നാട്ടുകാർ ഒന്നടങ്കം കൂടുന്നത് നല്ലതാളിയാ. അളിയനത് മനസ്സിലാവാഞ്ഞിട്ടാ. എല്ലാരും നേരിൽ കാണുമ്പോഴുള്ള ഗുണേ പാലും തലയും ചേർത്ത് അപവാദ കഥകൾ പറയില്ല എന്നുള്ളതാ. അളിയന്റെ ഒരു ഔദാര്യമായിട്ട് അതങ്ങ് മാറും. അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? ആ, കല്യാണക്കുറിക്കുള്ള മാറ്റർ ശരിയാക്കണം. ആദ്യം വേണ്ടതിനി അതാ. അറിയാലോ, ചന്ദ്രൻ പിള്ള കാഞ്ഞ വിത്ത. ലെറ്ററിലെ വിലാസവും പൊക്കി പിടിച്ചേ അയാളൊരു അന്വേഷണം അങ്ങ് നടത്തും. അവൻ നിന്റെ കൈ കയറി പിടിച്ചെന്തിനാ? എനിക്കറിയില്ല മുത്തശ്ശി. നിന്നെ കാണുമ്പോ ഇപ്പോ അവനൊരിളക്കമുണ്ട്.
ഇതുവരെ കാണാത്തൊരു നോട്ടവും ചിരിയും. ഇതൊന്നും അത്ര നല്ല ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ മുത്തശ്ശി? നിന്നോട് ഞാൻ എന്തു പറയാനാ കുട്ടി? എന്നാലും പറയാ, ഇവിടുന്ന് പോണവരെ നരേന്ദ്രനോട് ഒരകലം വെച്ചോളൂ. അച്ഛാ, അച്ഛൻ എന്നെ അന്വേഷിച്ചു എന്ന് രാജു വന്നു പറഞ്ഞു. സഞ്ജുവിന്റെ കല്യാണം നിന്നോട് ചോദിക്കാതെ നിശ്ചയിച്ചതിനെ ഞാൻ എതിർത്തു. പക്ഷേ ഒരാളും അത് കേട്ടില്ല. അവരിപ്പോ രണ്ടുപേരുടെ ജാതകം നോക്കുക. ഞാനും അത് അറിഞ്ഞു അച്ഛാ. എല്ലാം ഇപ്പൊ ഏതാണ്ട് ഉറപ്പിച്ചതുപോലെ. എനിക്കതിൽ ഒരു പരിഭവമില്ല അച്ഛാ. എന്റെ മനസ്സിലുള്ളത് സന്തോഷം മാത്ര. അച്ഛൻ മറിച്ചൊന്നും ചിന്തിക്കല്ലേ. മുൻപ് ഞാൻ കാരണം ഈ കുടുംബത്തിലുണ്ടായ പൊട്ടിത്തെറിയും അകൽച്ചയൊക്കെ എന്റെ മകന്റെ വിവാഹം കൊണ്ട് തീരുമെങ്കിൽ അതെനിക്ക് സന്തോഷല്ലേ. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ അമ്മയ്ക്ക് സഞ്ജു എന്ന് വെച്ച ജീവന. അവന് ദോഷം വരുന്നതൊന്നും അമ്മ ചെയ്യേയില്ല. ഈശ്വര, നീ ഇപ്പോഴും നിന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാഞ്ചനയുടെ സ്വഭാവം എനിക്കറിയാം. അവളുടെ മകൾക്കാ ഈ വീട്ടിലേക്ക് വരാനുള്ള വഴി തുറക്കുന്നത്. ഇതൊരു ഗൂഢാലോചനയായിട്ടാ എനിക്ക് തോന്നുന്നു. എന്നോടുള്ള പ്രതികാരമാണെന്നാണോ അച്ഛൻ പറയുന്നത്? ഒരിക്കലും അവന് ചേർന്ന പെണ്ണാവില്ല കാഞ്ചനയുടെ മകളെന്നാ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥതയൊന്നും ഉണ്ടാവൂ. സഞ്ജുവിന് മുമ്പിലേക്ക് ഇതുവരെ ഈ പ്രപ്പോസൽ എത്തിയിട്ടില്ല. അവൻ വസുമതിയോട് സമ്മതം മൂടുന്നതിന് മുമ്പ് നീ അവനോട് സംസാരിക്കണം. നിനക്ക് താല്പര്യമില്ലെന്നറിഞ്ഞാ പിന്നെ അവൻ ആ വഴിക്ക് പോവില്ല. ഇപ്പോ അവന് വലുത് അവന്റെ അമ്മയാ. അപ്പോ കാര്യങ്ങൾ അവിടം വരെയായി. അമ്മയുടെ തറവാട്ടില് എന്റെയും മുറച്ചക്കന്റെയും ജാതകങ്ങൾ ഒത്തുനോക്കിയപ്പോ ഗംഭീര പൊരുത്തമാണത്രേ. അതിന് കല്യാണം എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ തമ്മിലൊന്ന് കാണണ്ടേ? മിക്കവാറും എന്റെ ഫോട്ടോ കണ്ടു കാണും. ജാതകം കൈമാറിയ അമ്മയ്ക്കാണോ ഒരു ഫോട്ടോ കൈമാറാൻ കഴിയാത്തത്? ഈ മുറച്ചെറുക്കം തണ്ടിയെ ഞാനൊന്ന് കൈകാര്യം ചെയ്യേണ്ടി വരൂ? വേണ്ട, അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അവനെ ഇതുപോലെ എന്റെ മുന്നിലൊന്ന് വന്നിരുന്നാ മതി. പിന്നെ അവൻ അങ്ങനൊരു മോഹവുമായി സ്വാതിയുടെ പിന്നാലെ വരില്ല. നമസ്കാരം. ഹലോ. സുന്ദരനല്ലേ? നമുക്കിവിടുന്ന് പെട്ടെന്ന് പോണം. ഒന്ന് എഴുന്നേക്കാവോ? പോവാനോ? അതിന് നമ്മൾ വന്നല്ലേ ഉള്ളൂ. സഞ്ജു ഇവിടെ നിന്നേ പോയേ പറ്റൂ. ക്യുക്ക്, ഒന്ന് എഴുന്നേറ്റ് വാ വേഗം. സ്വാതി, നീ കാര്യം എന്താന്ന് പറ. എന്തു പറ്റി? അതൊക്കെ പുറത്തു പോയിട്ട് പറയാം. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. ഇതാരോ മറന്നു വെച്ചാണല്ലോ. നല്ല പരിചയമുള്ളതുപോലെ. അതിന്റെ ഉടമ ഇപ്പം വരുമെന്നേ. അത് ചീത്തയാക്കണ്ട, അവിടെ വെച്ചേക്ക്. ഭാഗ്യം, കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടു. ഇനി ഇവിടെ നിൽക്കുന്ന ബുദ്ധിയല്ല. നമുക്ക് പോവാം. ഇത്രയ്ക്ക് പേടിക്കാൻ താൻ ആരാ അവിടെ കണ്ടത്? ആരെയാണെന്നോ? എന്റെ അച്ഛനെയും അമ്മയും. അവരിവിടെ വന്നിട്ടുണ്ട്. സ്വാതി, മോശമായി പോയി. നീ അത് അപ്പ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെന്ന് പരിചയപ്പെട്ടേനെ. സഞ്ജു അങ്ങനൊരു സാഹസം കാട്ടുമെന്ന് കരുതി തന്നെയാ അന്നേരം ഞാൻ പറയാതിരുന്നേ. വാ സഞ്ജു, നമുക്ക് മറ്റെവിടെങ്കിലും പോയിരുന്ന് സംസാരിക്കാം. സഞ്ജു മുന്നേ വിട്ടോ, ഞാൻ പിന്നാലെ വരാം. ഡ്രസ്സൊന്നും വേണ്ട. അതല്ല സച്ചി, അർജുൻ സാർ കൂപ്പിട്ടിട്ടാ വന്നേ. അർജുനേട്ടാ, ഒന്നിങ്ങി വന്നേ. ഇതൊക്കെ നൈറ്റിങ് കൈലിയൊന്നും അല്ല സച്ചി, നല്ല ഒന്നാം തരം കാഞ്ചീപുരം സാരികളാ. പറഞ്ഞു സൊല്ലുങ്ക സാർ. ലച്ചുന്റെ കല്യാണല്ലേ പറഞ്ഞേ? കനകൻ തിരുപ്പൂരും കാഞ്ചീപുരത്തും ഒക്കെ സാരികൾ എടുക്കുന്ന ആളല്ലേ? എന്നാ പിന്നെ ഒറിജിനൽ കാഞ്ചീപുരം പട്ടുസാരി ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്താ പാരുങ്ക സച്ചി? നോക്കണേ ലച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തോ? എന്നാലും കല്യാണ സാരി ഇങ്ങനെയാണോ മോനെ വാങ്ങേണ്ടത്? കടയിൽ പോയല്ലേ വാങ്ങേണ്ടത്? മുത്തശ്ശി, ഇതൊക്കെ തന്നെ കടയിലും ഇരിക്കുന്നേ. ഇതിലിപ്പോ കുറച്ചിലൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ കല്യാണ സാരി എന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം ചുറ്റേണ്ടതല്ലേ? എന്നാ പിന്നെ വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പോരെ? നിങ്ങളൊക്കെ പറയുന്നു ചെക്കന്റെ വീട്ടുകാർ വലിയ ആൾക്കാരാണെന്ന്. എന്നിട്ടും പെണ്ണിന് കല്യാണ സാരി എടുക്കുന്നതോ വീടുകൾ തോറും കേറി ഇറങ്ങി നടക്കുന്ന കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന്. എന്താ അർജുന ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശി, കനകനെ വില കുറച്ച് കാണരുത്. സിറ്റിയിലെ പല ഷോപ്പുകളിലും നല്ല സാരി എത്തിക്കുന്നത് കനകന. അതേ മുത്തശ്ശി, ഇതെല്ലാം ഒറിജിനൽ കാഞ്ചീപുരമാ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. നിനക്കെന്ത് മനസ്സിലായെന്നാ? വിവാഹ സാരി എവിടുന്ന് എടുത്തെന്ന് കൂട്ടുകാരോട് ചോദിച്ചാ
ലച്ചു എന്ത് പറയും? എന്റെ കുട്ടിക്ക് കള്ളം പറയാനാവില്ല. എന്താ ഇവിടെ? ഇങ്ങോട്ട് മാറിക്കേ. എന്താ നോക്കാം അന്തോലി, അർജുൻ വിളിച്ചു വരുത്ത ഇയാളെ. ലച്ചുവിന് വിവാഹസാരിയായിട്ടാ ഇയാള് വന്നേ. 4 ആൾ അറിഞ്ഞാൽ മാനം പോവില്ലേ? എന്ത് പോക്കണം കേടാ നീ കാണിച്ചത്? ഡോ പെറുക്കി എടുത്തോണ്ട് പോടോ ഇതൊക്കെ. ഇവിടെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മേ, ഇതിന്റെ വില നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. എന്റെ വിലയാ നീ കളഞ്ഞത്. കല്യാണ സാരി സിറ്റി പോയി ഏറ്റവും വലിയ ഷോപ്പിൽ നിന്ന് എടുക്കാനാ ഞാൻ തീരുമാനിച്ചത്. നരേന്ദ്രന്റെ സമയം കാത്തിരിക്കാ ഞാൻ. അളിയ, അപ്പച്ചി പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇതുവരെ പാളിപ്പോകാതെ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അപ്പച്ചി ഒരാളുടെ ബുദ്ധിയാ. അവനത് സമ്മതിക്കത്തില്ലല്ലോ. അമ്മയുടെ ബുദ്ധിയുടെ കാര്യത്തിലല്ല തർക്കം. വെറും ഒരു വഴിക്കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ലച്ചുവിന് ഞാൻ വില കുറഞ്ഞ കല്യാണ സാരി വാങ്ങാൻ പോയെന്ന് പറഞ്ഞ അത് സമ്മതിച്ചറിയാൻ എനിക്ക് പറ്റില്ല. അളിയ, ലച്ചുവിന്റെ കല്യാണ സാരി അയാളെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് അയാൾ എല്ലാവരോടും പറയില്ലേ? ആ കനകന്റെ പരസ്യം പോലെ. പ്രത്യേകിച്ച് പെണ്ണിനെ കെട്ടിച്ചു വിടുന്നത് സിറ്റിയിലുള്ള കോടീശ്വരന്റെ വീട്ടിലേക്കാണെന്ന് നമ്മൾ പറഞ്ഞു പരത്തിയ സാഹചര്യത്തില് അതോടെ ഈ കല്യാണത്തിന് എന്തോ പൊരുത്തക്കേടുണ്ടെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ ഊഹിക്കില്ലേ? എന്തിന് ശ്രീജയ്ക്ക് വരെ എങ്ങും തൊടാതെ ചില ചോദ്യങ്ങളും കുശുകുശുപ്പുണ്ട്. അവളുടെ വായ ഞാൻ അടപ്പിക്കുന്നുണ്ട്. നമുക്കിപ്പോ വേണ്ടത് ക്ഷമയാണ്. നീ ശ്രീജയെ തല്ലാനൊന്നും പോകരുത്. ഞാനൊന്നിനും പോകുന്നില്ല. പിന്നെ പുലിവാല് തീർന്നില്ല അപ്പച്ചി. പുറത്തിറങ്ങിയ നാട്ടുകാർക്ക് അറിയേണ്ടത് ലച്ചുവിന്റെ വിവാഹക്കാരിയാ. അതുമാത്രല്ല അളിയ, ഭാഗ്യമുള്ള പെണ്ണ് നാടുവിട്ട് പോകുന്നതിന്റെ വിഷമം ചില നാട്ടുകാർക്കുണ്ട്. ഇതിനിടയിൽ ചന്ദ്രൻപിള്ളിയും അയാളെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യുന്നുമുണ്ട്. 18-ാം തീയതി ഇതിന്റെയൊക്കെ ഒരു കലാശക്കൊട്ട നടക്കാൻ പോന്നെ. പല കലാശക്കൊട്ടുകളും നമ്മൾ കണ്ടതല്ലേ അളിയ. ഇതും അങ്ങനെ കണ്ടാ മതി. ക്ഷണക്കത്തടിക്കാൻ അനിയൻകൂട്ടനെ ഏൽപ്പിച്ചോ? അവൻ മാറ്ററുമായിട്ട് പോയിട്ടുണ്ട്. പയ്യന്റെ പേര് വെച്ചത് ആ ഗ്രഹനിലയിൽ കണ്ട പോലെയല്ലേ? അതെ, സഞ്ജയെന്നോ സന്ദീപെന്നോ മറ്റോണ് പേര്. വിലാസം ഞാനുണ്ടാക്കിയതാ. ക്ഷേത്രത്തിൽ വെച്ച വല്ല വിഷയമുണ്ടായ ജാതകം കാണിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ പേര് മാറ്റാതിരുന്നേ. എല്ലാ ഭാഗവും ക്ലിയർ ചെയ്യണല്ലോ. അത് നന്നായി. ഒരു അസ്വാഭാവികതയും ആർക്കും തോന്നരുത്. ദേ, സംസാരമൊക്കെ മതി. നാട്ടുകാരെക്കാൾ പേടിക്കേണ്ടത് വീട്ടുകാരെയാ. ചുവരിന് പോലും കാതുണ്ട്. അളിയനിപ്പോഴും ധൈര്യം വന്നിട്ടില്ലല്ലേ? ധൈര്യക്കുറവൊന്നും അല്ലടാ. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ ഞാൻ. എവിടെയെങ്കിലും ഒന്ന് ചീറ്റിപ്പോയാൽ നരേന്ദ്രൻ തീർന്നു. ഒന്നും സംഭവിക്കില്ല അളിയ. 18-ാം തീയതി ഈ സമയം അളിയന്റെ ഈ മുറിയില് ലച്ചു കാണും. അളിയന്റെ ഭാര്യയായിട്ട്. അല്ല പിന്നെ. അളിയൻ കിടന്നോ. അപ്പൊ ഗുഡ് നൈറ്റ്. തന്നെ ഈ ലോകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം തനിക്ക് ശ്രീകുട്ടിയോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണെന്ന്. പക്ഷേ അവൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. അവളെ ന്യായീകരിക്കണം. നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നതും പറയുന്നതും രണ്ടർത്ഥത്തിൽ ശരി തന്നെയാ. തന്റെ ഉള്ളിൽ ഒരു ഷോപ്പുണ്ട്. അത് തന്റെ ഏട്ടനുണ്ടാക്കിയതാ. അതിൽ നിന്നും താൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിന്റെ തെളിവാ താൻ ശ്രീകുട്ടിയോട് കാണിക്കുന്ന ഈ ഓവർ കെയറിംഗ്. ഒരു പ്രേമബന്ധത്തിൽ ചെന്ന് ചാടാൻ ഞാൻ അവളെ അനുവദിക്കില്ല. അത് ഫെയിൽ ആവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എവിടെ നിന്നോ വരുന്ന ഒരു പയ്യനും പെണ്ണും അവര് കണ്ടുമുട്ടുന്ന നിമിഷങ്ങളിൽ അനുഭവിക്കുന്ന ഹരം അത് പിന്നീടുണ്ടാവില്ല. ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴേ പ്രശ്നങ്ങളൊക്കെ തലപൊക്കുക. എന്നിട്ട് തന്റെ ഏട്ടൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ആ വീട്ടിലില്ലേ ഇപ്പോഴും? പക്ഷേ ഏട്ടൻ ജീവിച്ചിരിപ്പില്ലല്ലോ. പ്രേമമൂത്ത് ജാതകം നോക്കാതെ അവര് കെട്ടിയത്. അതുകൊണ്ട് ഒരാളുടെ ജീവൻ പോയി. അതുപോട്ടെ, ഇപ്പോഴും ശ്രീകുട്ടിയുടെ സഞ്ജുവിന്റെ വിവാഹകാര്യത്തിൽ പ്രഭ വ്യക്തമായൊരു മറുപടി പറഞ്ഞില്ലല്ലോ. നിന്റെ ഈ തീരുമാനം ഒരു എടുത്തുചാട്ടമായി പോയെന്നാ എന്റെ അഭിപ്രായം. സഞ്ജുവിനേക്കാളും നല്ലൊരു പയ്യൻ നമ്മുടെ മോക്ക് കിട്ടില്ലെന്നാ ഞാനും കരുതുന്നത്. പിന്നെന്തിനാ എടുത്തിയാട്ടെന്ന് പറയുന്നത്? അവിടെയാ നിന്റെ ചിന്താഗതിക്ക് തെറ്റുപറ്റിയത്.
സഞ്ജുവിന്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിലോ? ഏയ്, അവനങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാദ്യം അറിയുന്നത് കവിത തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളില്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. തന്റെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ മോടെ കാര്യം എടുക്കാം. എന്തിനാ താൻ അവളുടെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠപ്പെടുന്നത്? അവൾക്കൊരു അഫയർ ഉണ്ടെന്ന് സംശയിച്ചിട്ടല്ലേ? അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഇന്നലെ നമുക്കത് വ്യക്തമായതുമാണ്. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടമല്ല, അവളെ അറിയാവുന്ന ഒരാളെയാണ് അവൾക്ക് പങ്കാളിയായിട്ട് വേണ്ടതെന്ന്. അതിനർത്ഥം അവളുടെ മനസ്സിൽ ഒരാളുണ്ടെന്നല്ലേ? അതെനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഞാനത് ഉറപ്പിക്കുകയും ചെയ്തതാ. അറിഞ്ഞു വെച്ച് അവളെ എങ്ങനെ മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കും? സമ്മതിപ്പിക്കും ഞാൻ അവളെ കൊണ്ട്. അവളുടെ കഴുത്തിൽ ഒരാൾ താലി ചാർത്തുവെങ്കിൽ അത് സഞ്ജു തന്നെ. രാജു, അമ്മ പറഞ്ഞത് നീ കാര്യാക്കണ്ട. നിന്നെ ഒരു ജോലിക്കാരനായിട്ട് ഞാനോ സഞ്ജുവോ കരുതിയിട്ടില്ല. അതോർത്ത് നീ സങ്കടപ്പെടണ്ട. എല്ലാം എന്റെ തെറ്റാ. മുത്തശ്ശിയുടെ മുന്നിൽ അഭിപ്രായം പറയാൻ ഞാൻ ആരും അല്ലെന്ന് സ്വയം അറിയണമായിരുന്നു. ആ നേരത്ത് ഞാൻ ചിലത് പറയാൻ തുടങ്ങിയതിന് കാരണമുണ്ടായിരുന്നു. എന്താ രാജു? ഈ വീട്ടിലുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ സഞ്ജുവും ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം നടക്കില്ല ശ്രീദേവി അമ്മേ. അത് നിനക്കെങ്ങനെ പറയാനാവും? ഇന്ന് ടൗണിൽ വെച്ച് ഞാൻ സഞ്ജുവിനെ കാണുമ്പോ കാറിൽ അവന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. അവൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് സഞ്ജു ഉറപ്പിച്ച് പറഞ്ഞു. ഈശ്വര, ഇനി അവൻ നിന്നെ പറ്റിക്കാൻ തമാശ പറഞ്ഞതാണെങ്കിലോ? അല്ല, അവര് തമ്മിൽ ഇഷ്ടത്തിലാ. ദൈവമേ, ഞാൻ എന്തേ കേൾക്കുന്നേ? ഇവിടെ എല്ലാവരും അവന്റെയും കാഞ്ചനയുടെയും മോളുടെയും വിവാഹ സ്വപ്നം കണ്ടിരിക്കുക. ശ്രീദേവിയമ്മ അത് തടയണം. സഞ്ജു ആ കുട്ടി നല്ല അടുപ്പത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? കാഞ്ചനയുടെ മോളുമായുള്ള ബന്ധത്തിന് ഞാൻ തടസ്സം പറയണമെന്നോ? ഞാൻ ചെയ്ത അപരാധമായി ഇന്ന് നിലനിൽക്കുന്നത് ഈ വീട്ടിലെ മൂത്ത മകന്റെ കൂടെ ഇറങ്ങി വന്നത്. ആ തെറ്റിന്റെ ശിക്ഷ ഇന്നും കണ്ണീരായി ഞാൻ അനുഭവിക്കുക. എന്റെ മകനും കൂടി അതേ തെറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാം നെഞ്ചിലൊതുക്കി ഞാൻ ജീവിക്കുന്നത് ഈ വീട്ടിലുള്ളവർ എന്റെ മോനെങ്കിലും അവരുടെ സ്വന്തമായി കരുതുന്നത് കൊണ്ടാ. ഇങ്ങനെ പോയാ ഒരു പൊട്ടിത്തെറിയിലെ എല്ലാം ചെന്നെത്തൂ. അച്ഛൻ ചെയ്ത തെറ്റുകൾ തന്നെയാണല്ലോ ദൈവമേ മകനും ചെയ്യാൻ പോകുന്നത്. എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? അമ്മാ, അമ്മാ, എന്തോ ഈ കിടന്ന് ബഹളം വെക്കുന്നേ? കൈ നോക്കി ലക്ഷണം പറയൂ അമ്മ. ഭൂതം ഭാവി വർത്തമാനം എല്ലാമേ പറയും. നിങ്ങളൊന്ന് പോയേ. ഇവിടെ ഭൂതം ഭാവിയും വർത്തമാനം ഒന്നും കേൾക്കാൻ ആരുമില്ല. അയ്യോ അമ്മ, നില്ലമ്മ. അമ്മ സത്യം മാത്രമേ പറയൂ. പറയുന്നത് ശരിയല്ലെങ്കിൽ കാശ് തരണ്ട. ആളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. നിങ്ങളൊന്ന് പോയേ. പോയല്ലേ പറഞ്ഞത്? അമ്മ ഉള്ളതുള്ളതുപോലെ പറയും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഇവിടത്തെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയ സമയമായത് അല്ലേ? നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? ഇവിടത്തെ അമ്മയ്ക്ക് ഒരേ ഒരു മകളാ. വലിയ പഠിപ്പ് കഴിഞ്ഞ് മകള് തിരിച്ചു വന്നിരിക്കുക. മകളുടെ വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലാ അമ്മ. ശരിയല്ലേ? നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? കുഞ്ഞെ, ഇത് വലിയ തട്ടിപ്പാ. നിങ്ങളകത്തേക്കല്ലേ? എന്താഗ്രഹിച്ചാലും സാധിക്കാൻ കഴിവുള്ള കയ്യാ ഇത്. സ്നേഹം ഉള്ളി വയ്ക്കാനേ അറിയൂ.
പുറത്ത് കാണിക്കാൻ അറിയില്ല. എനിക്കറിയേണ്ടത് എന്റെ മകളുടെ കാര്യം. മകൾക്ക് വന്ന് നിൽക്കുന്നത് ഏറ്റവും നല്ലൊരു ആലോചനയാ. പെണ്ണും ചെക്കനും ശിവപാർവതിമാരുടെ പകർപ്പാ. പക്ഷേ അമ്മ, മകളുടെ കല്യാണം അമ്മ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാൻ കുറെ തടസ്സങ്ങൾ വന്ന് ഭവിക്കുന്നതായി കാണുന്നുണ്ട്. തടസ്സങ്ങളോ? എന്ത് തടസ്സം? അതെന്താണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ലമ്മ. ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യാനുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. തടസ്സം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരെ, അതെന്താണെന്ന് കൂടി പറയണം. അതിന് കഴിയില്ലെങ്കിൽ ഇത്തരം തട്ടിപ്പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങരുത്, ഇറങ്ങിപ്പോയിക്കണം. മോളെ, വാതിൽ തുറക്ക്. വാതിൽ തുറക്ക് മോളെ. അച്ഛനാ പറയുന്നത്. മോളെ, ഉപദേശിക്കാനാണ് അച്ഛൻ വന്നതെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഇന്ന് വരെ എന്തെങ്കിലും കാര്യം നിന്നെ അച്ഛൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നെ എന്റെ അച്ഛനെ നന്നായിട്ട് അറിയാന്നാ ഞാനും കരുതി. അതിലൊരു മാറ്റമില്ല മോളെ. എന്നിട്ടാണോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളുമായി എന്റെ വിവാഹം തീരുമാനിച്ചേ? അതിൽ അച്ഛന് ഒരു പങ്കുമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അവിടെയാ എന്റെ മോൾ അച്ഛനെ മനസ്സിലാക്കാതെ പോയത്. നിന്റെ അമ്മയുടെ തീരുമാനത്തിന് ഞാൻ വഴങ്ങിക്കൊടുത്തു എന്നാണോ നീ വിചാരിച്ചത്? കാഞ്ചനയുടെ തീരുമാനം ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിന്റെ അമ്മ നിനക്ക് വേണ്ടി കണ്ടെത്തിയ പയ്യൻ എന്റെയും മനസ്സ് കവർന്നവനാ. ആ കുടുംബത്തുള്ളവരെല്ലാം ഒരേ മനസ്സോട് അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അത്രയ്ക്ക് നന്മയുണ്ടെന്ന് വ്യക്തമല്ലേ? ഒരു ചെറുപ്പക്കാരനിലും കാണാൻ കഴിയാത്ത അവന്റെ വിനയവും എളിമയുമാണ് എന്നെ അവനിലേക്ക് ആകർഷിച്ചത്. നിനക്കവൻ അനുയോജ്യനാണെന്ന് അച്ഛനും തോന്നി. നീ അവനെ ഒരു തവണയെങ്കിലും ഒന്ന് കാണും, പിന്നെ മോൾ അവനെ വേണ്ടെന്ന് പറയില്ല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പറ, നീ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഞാനൊരാളെ കഴിഞ്ഞ 2 വർഷമായി സ്നേഹിക്കുന്നുണ്ട്. ആരാവൻ? പേടിച്ചു പോയോ? അടങ്ങി നിക്ക് പെണ്ണേ. നോക്ക്, ഞാൻ മനസ്സ് വെച്ചിട്ടാ നിന്റെ ഈ കല്യാണം ഇപ്പൊ നടക്കാൻ പോന്നെ. ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചാ നീ ഇവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. എന്നാ വിളിക്കടി. എന്റെ കല്യാണ ചെലവ് മുഴുവൻ എന്റെ കാശാ, അല്ലാതെ ഈ വീട്ടുകാർ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. എന്നോട് ഇങ്ങനെയൊക്കെ? നിന്നെ പിടിച്ച് തിന്നാനും നല്ലടി ഞാൻ വന്നേ. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് മുന്നിട്ടിറങ്ങിയത്. അല്ലാതെ നീ എനിക്കെന്താ? കല്യാണത്തിന് മുമ്പ് നിനക്ക് എന്നോടൊരു അടുപ്പുണ്ടായിക്കോട്ടെ എന്ന് വെച്ചത് തെറ്റായിപ്പോയോ? നരേന്ദ്ര, നീ എന്താ ഇവിടെ? അതിന് കല്യാണമൊക്കെ വരുന്നില്ലേ, അവൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ ചോദിക്കുമായിരുന്നു. നരേന്ദ്രൻ ചെയ്തു തന്ന സഹായം മാത്രം മതി. നീ മുറിന്ന് പുറത്തു പോ. പുറത്തു പോകാൻ. ഓ, എനിക്കിതന്നെ വേണം. മുത്തശ്ശി, മുത്തശ്ശി. എനിക്ക് മനസ്സിലായി മോളെ. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് അവൻ മുതലെടുപ്പും തുടങ്ങി. എങ്ങനെ മനസ്സ് വന്നവന്? അവന്റെ കൺമുമ്പിൽ വളർന്ന കുട്ടിയോട് കരയല്ലേ? എന്റെ പൊന്നുമോള് കരയല്ലേ? ഇതിവിടെ ആരും അറിയാതിരിക്കുന്നതാ നല്ലത്. ഇനി നിന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല.
അവന്റെ ഉള്ളിലെ ചെന്നായി പുറത്തു വന്നു. കല്യാണം ഒന്ന് കഴിയുന്നവരെ മോള് പിടിച്ചു നിൽക്കണം. സ്വാതിയാണല്ലോ. ഹലോ സ്വാതി. സഞ്ജു ഇത് എവിടെയായിരുന്നു? എത്ര നേരം കൊണ്ട് ഞാൻ കിടന്ന് വിളിക്കുവാ. ബാത്റൂമിലായിരുന്നോ? പറ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷമാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടുകാരെന്റെ വിവാഹം ഉറപ്പിച്ചു. അതും ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത എന്നെ മുറച്ചക്കനുമായിട്ട്. ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായോ? ഞാനിത് ഏത് നേരവും പ്രതീക്ഷിച്ചായിരുന്നു സഞ്ജു. അമ്മയാണെങ്കിൽ ഇതിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നവുമില്ല. താൻ ടെൻഷൻ ഒന്നും ആവണ്ട. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഉടനെ തന്നെ എനിക്ക് നിന്നെ കാണണം. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ശരി. ആ ഡേസി, അതിനെന്താ ഡേസി, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ. നീ വാ, നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. ഡേസി, നീ എവിടെയാ പോകുന്നത്? എന്നെ റൂമിൽ അടച്ചിടാനാണോ ഉദ്ദേശം? അതിന്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ ഇപ്പൊ നിന്നെ ഞാൻ പുറത്തേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാനിപ്പോ ക്ഷേത്രത്തിലേക്ക് പോവാ. എന്റെ കൂടെ നീയും ഉണ്ടാവണം. അമ്മേ, കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. പെട്ടെന്ന് റെഡിയായി താഴേക്ക് വാ. ഹലോ ഹലോ സ്വാതി, കേട്ടല്ലോ? എന്റെ അമ്മയുടെ കൽപ്പന കേട്ടല്ലോ. വല്ല വിലയും എനിക്ക് കൽപ്പിക്കുന്നുണ്ടോ? സഞ്ജു തന്നെ പറ. താൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടോ? കൂടെ പോയേ പറ്റൂ സഞ്ജു. നീ അങ്ങോട്ടേക്ക് വാ. ഏത് ക്ഷേത്രത്തിലേക്കാ പോകുന്നതെന്നറിയാവോ? പഴഞ്ചിറ ദേവി ക്ഷേത്രം. ആ ശരി, ഞാനെത്താം. എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നല്ലോ. ആ, മുത്തശ്ശനെവിടെ? അച്ഛൻ രാവിലെ പുറത്തു പോയതാ. എന്താ പച്ചി, എന്തോ കാര്യമുണ്ടല്ലോ. അത് നിന്റെ മുത്തശ്ശി പറയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുത്തശ്ശി മടിക്കാതെ പറ. എന്താണെങ്കിലും ഞാൻ സാധിച്ചിട്ടില്ലേ. പറയും മുത്തശ്ശി. അമ്മായി പറയുന്നു അതോ ഞാൻ പറയണോ? ദിനേശേട്ടനൊന്നും മിണ്ടാതെ നിൽക്കേ. ഇവിടെ കാര്യങ്ങൾ സംസാരിക്കാൻ അമ്മയുണ്ട്. ഓ, മോനെ, കാഞ്ചനയുമായിട്ടുള്ള ബന്ധം ഇനി ഒരിക്കലും നഷ്ടപ്പെടരുത്. ഇനി അങ്ങനെ സംഭവിക്കില്ല മുത്തശ്ശി. പിന്നെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഞാൻ വല്യപ്പച്ചൻ പ്രഭാകരനെയും കണ്ടിരുന്നു. ആണോ? രണ്ടുപേരും നല്ല സന്തോഷത്തില്. എത്ര സ്നേഹത്തോടെയാ സംസാരിച്ചെന്നറിയൂ. അവരുടെ ആ സന്തോഷം നിലനിൽക്കാനും പിന്നെ മുത്തശ്ശിയുടെ ഒരു ആഗ്രഹമാണെന്ന് കൂട്ടിക്കോ. മോനത് സാധിച്ചു തരണം. കാഞ്ചനയുടെ മകൾ ശ്രീകുട്ടിയെ മോൻ താലി കെട്ടി ഈ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതെ സഞ്ജു, അമ്മ മാത്രമല്ല ഈ വീട് മുഴുവൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. വലിയച്ഛ എങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്? അമ്മയാണെങ്കിൽ വലിയച്ഛയ്ക്ക് വാക്കും കൊടുത്തു. ശ്രീകുട്ടിക്കാണെങ്കിൽ 100 വട്ടം സമ്മതം. ആ പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റ് എന്താ അമ്പലത്തിലേക്കൊക്കെ? ചന്ദ്രൻപള്ളി ഒന്ന് കാണാൻ തന്നെ. എന്റെ പെങ്ങളുടെ കല്യാണം ക്ഷണിക്കാണ് ഞങ്ങൾ വന്നത്. ഓഹോ, അവരുടെ കല്യാണമൊക്കെ ആയോ? ചന്ദ്രൻപിള്ള അന്ന് പെണ്ണു ചോദിക്കാൻ വന്നപ്പോ പറഞ്ഞതല്ലേ, ഈ മാസം 19-ാം തീയതി നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച വിവാഹം. മുഹൂർത്തം 11:30. ചന്ദ്രൻപിള്ള പങ്കെടുക്കണം. എന്നാൽ കഴിയുന്ന എന്ത് സഹായത്തിനും ഞാനുണ്ടാകും. അല്ല, ക്ഷണക്കത്തൊന്നുമില്ലേ? അടിച്ചു കിട്ടിയ ലെറ്ററൊക്കെ തീർന്നുപോയി. വീണ്ടും ലെറ്റർ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രൻപിള്ളയെ നേരിൽ കണ്ട നിലയ്ക്ക് ക്ഷണിക്കാമെന്ന് കരുതി നിന്നതാ. പിന്നെ അടുത്ത ആളുകൾക്ക് കുറി കൊടുത്ത് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ. ശരി അളിവാ, എന്നാലേ ശരി. ശരി. കല്യാണക്കുറി തീർന്നു പറഞ്ഞ് വെറുതെ. ചന്ദ്രൻപിള്ള മെമ്പർക്ക് ക്ഷണക്കത്ത് മനഃപൂർവ്വം തരാത്തതാ. കുറച്ചു മുമ്പ് അനിയൻ തമ്പി എനിക്ക് തന്നതാ. ഒരു കെട്ട് കല്യാണക്കുറി അവന്റെ കൈയിരിക്കണ ഞാൻ കണ്ടതാ. അതിങ്ങെടുക്കട നോക്ക്. അപ്പോ കല്യാണക്കുറി ഞാൻ കാണരുത്. ആ, അതിലെന്തോ കള്ളക്കളി ഉണ്ടല്ലോടാ. ശരിയാ. മെമ്പറെ, പയ്യന്റെ വീട്ടിൽ നിന്ന് ആരും വന്ന് പെണ്ണ് കണ്ടതായിട്ട് നാട്ടുകാർക്ക് അറിയില്ല. അല്ലേ തന്നെ സിറ്റിന്ന് ഇവിടെ ആര് പെണ്ണാണ് വരാന്? അന്ന് തച്ചിലേടത്ത് പെണ്ണ് ചോദിച്ചു ചെന്നപ്പോ തന്നെ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയതാ. ഇതുകൂടെ ആയപ്പോ എനിക്ക് ഉറപ്പായി. പയ്യന്റെ പേര് സഞ്ജയ്. ഫോട്ടോയും വിലാസമൊക്കെ ഉണ്ട്.
എന്റെ സ്വാധീനം വെച്ച് ഈ പയ്യനെ കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു പ്രയാസവും ഇല്ല. പിന്നല്ലാതെ. എങ്കിൽ ഈ പയ്യനെ കണ്ടുപിടിച്ചിട്ട് ചന്ദ്രൻപിള്ളക്കിനി വിശ്രമമുള്ളൂ. അയാളൊരു ചിരി കണ്ടില്ലേ? അയാളെ ക്ഷണിക്കാൻ പാടില്ലെന്ന് അളിയനോട് ഞാൻ പറഞ്ഞല്ലേ. ചടങ്ങ് നടക്കുമ്പം അയാൾ അവിടെ ഉണ്ടാവണം. എന്റെ കല്യാണത്തിന്റെ പേരിൽ നാളെ അയാൾ ഒരു അപവാദം പറയരുത്. വാടാ. അവൻ വരുന്നുണ്ട്. ആരും ഒന്ന് സംസാരിക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം. സഞ്ജു, നിന്റെ ഏത് കാര്യത്തിനും ഈ അപ്പച്ചി കൂടെ നിന്നവളാ. ആ ബഹുമാനം വെച്ച് പറയുക, നിങ്ങൾ നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. നിർബന്ധിച്ച് നടത്തി കൊടുക്കേണ്ടതല്ല വിവാഹം. രണ്ട് മനസ്സുകളുടെ ചേർച്ചയാണ് കല്യാണത്തിന് വേണ്ടത്. ഉപദേശിക്കാൻ യോഗ്യതയുള്ള ആള് തന്നെ. നാവടക്കി നിക്കടി. ഇവന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ ഇവനെ നിർബന്ധിക്കുന്നത്? എന്താ ശ്രീകുട്ടിക്ക് വരെ പയ്യനെ കിട്ടില്ലേ? ദിനേശൻ അങ്ങനെ എന്ത് നിലപാടും എടുക്കാം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം വിരോധമെല്ലാം മറന്ന് വെള്ളിയച്ചി ഈ വീട്ടിലേക്ക് വീണ്ടും വന്നതാ. പിന്നെ ഇങ്ങനൊരു കല്യാണത്തിന് താല്പര്യം കാണിച്ചതും കൂടിയാ. അതൊക്കെ അമ്മയുടെ വാക്കിനപ്പുറം സഞ്ജുവിന് മറ്റൊന്നും ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തിലും കൂടിയാ. സഞ്ജു ശ്രീകുട്ടിയെ പെണ്ണ് കാണാൻ ചെല്ലുന്ന ദിവസവും കാത്തിരിക്കുക വെള്ളിയച്ചി അവിടെ. ഇനി ഞങ്ങൾ വെള്ളിയച്ചിയോട് ശ്രീകുട്ടിയോടും എന്ത് മറുപടിയാ പറയേണ്ടത്? വെള്ളിയച്ചി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ അമ്മ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഞങ്ങൾ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഈ വാർത്ത വെള്ളിയച്ചിയുടെ കാതിലെത്തിയാ പിന്നെ അതേ ഉണ്ടാവൂ. മുമ്പത്തെക്കാൾ ശത്രുതയായിരിക്കും പിന്നെ അങ്ങോട്ട്. അതെങ്കിലും ദിനേശൻ ഈ പറയുന്നതിന് മുന്നേ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. അതിന് ഞാൻ എന്റെ ജീവിതം ബലി കഴിക്കണോ? എടാ, നിനക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും എത്രയോ നല്ല പെൺകുട്ടിയാണ് ശ്രീകുട്ടി. നീ ഒന്ന് ആദ്യം അവളെ കണ്ടു നോക്ക്. നിന്റെ ഈ മനോഭാവം തന്നെ ചിലപ്പം മാറും. നിനക്ക് അവളെ ഉറപ്പായും ഇഷ്ടാവും. അത് ശരി. അപ്പോ ഞാൻ വാക്ക് കൊടുത്ത പെണ്ണിനെ ഞാൻ ചതിക്കണം അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.